നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷത്തെ ആദ്യ എൽ ക്ലാസിക്കോ വളരെ ആവേശത്തോടുകൂടി കാത്തിരിപ്പാണല്ലോ ഫുട്ബോൾ ലോകം. ആര് നേടുമെന്നുള്ളതാണ് അറിയാനുള്ളത്. എന്നാൽ രണ്ട് ടീമിൻ്റെയും മുന്നേറ്റ നിരയിലെ മൂർച്ചയേറിയ ഒരു ത്രയമുണ്ട്. ഒരു ത്രയമല്ല, രണ്ട് ടീമിലെയും ത്രയം. അവരുടെ പെർഫോമൻസ് ഈ സീസണിൽ എങ്ങനെയുണ്ട്? നാളെ രാത്രി ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ ഇന്ത്യൻ സമയം 12:30 സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ തീ പറക്കുന്ന എൽ ക്ലാസിക്കോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് ടീമിൻ്റെയും മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇവർ ഇറങ്ങും. ബാഴ്സയുടെ ത്രയം റാഫിഞ്ഞ, ലാമിനെ യമാൽ, ഫെറാൻ ടോറസ്. ലെവൻഡോസ്കി ഇപ്പോൾ അധികവും ബെഞ്ചിലാണ്. മറുഭാഗത്ത് റോഡ്രിഗോ, കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ. എംബാപ്പെ ഉണ്ടാകും. അദ്ദേഹം പറന്നിറങ്ങിക്കഴിഞ്ഞു സൗദി അറേബ്യയുടെ മണ്ണിൽ. സലാം അലൈക്കും സൗദി അറേബ്യ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ അത്. ഇപ്പോഴിതാ ബാഴ്സലോണ അവരുടെ ത്രയം നമ്മൾ നോക്കുകയാണ്. റാഫിഞ്ഞ ഈ സീസണിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് 9 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ്. പരിക്കൊന്ന് വലച്ച സീസണാ, ഒന്ന് ഉലച്ചു. ലാമിനെ യമാൽ 9 ഗോളുകളും 10 അസിസ്റ്റുകളും. 19 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഫെറാൻ ടോറസ് ഗോൾ അടിച്ചു കൂട്ടുന്നു, 14 ഗോളുകളും 1 അസിസ്റ്റും. അതാണ് ബാഴ്സയുടെ ത്രയം. കൃത്യമായിട്ട് കാണാൻ പറ്റും. വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. 3 പേരും ഒന്നിനൊന്ന് മെച്ചം എന്ന രൂപത്തിലെങ്കിൽ റയലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. റയലിന്റെ കാര്യത്തിൽ ഒരാളെയാണ് അവർ പ്രധാനമായിട്ടും ഗോളടിക്ക് ആശ്രയിക്കുന്നത്. മറ്റാരുമല്ല, കിലിയൻ എംബാപ്പയാണ്. എംബാപ്പെ 29 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ. 29 ഗോളുകളും 4 അസിസ്റ്റുകളും. എതിരാളികളൊക്കെ കാതങ്ങൾ പിറകിലാണെന്നർത്ഥം. കൂടെയുള്ളവരോ വിനി ഇപ്പം അത്ര നല്ല ഫോമിലല്ല. കഴിഞ്ഞ 10-15 കളികളായിട്ട് അദ്ദേഹത്തിന്റെ വക ഗോളുകൾ വന്നിട്ടില്ല. ആരാധകർ തന്നെ അദ്ദേഹത്തെ കൂവുന്ന സ്ഥിതിയിലാണ്. എന്നാൽ പോലും ഇത് അദ്ദേഹത്തിന് മികച്ചൊരു അവസരമാണ്. വിനിയുടെ റിഡംഷൻ നമ്മൾ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ കാണുമോ? കാത്തിരുന്ന് കാണണം. 7 അസിസ്റ്റുകളും 5 ഗോളുകളുമാണ് ഈ സീസണിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ പേരിലെങ്കിൽ. ഒപ്പമുള്ള റോഡ്രിഗോയെ മുമ്പൊന്നും അങ്ങനെ കോച്ച് പരിഗണിക്കാതെ പുറത്തിരുത്തിയത് നമ്മൾ കണ്ടിരുന്നതാണെങ്കിൽ ഇപ്പൊ കിട്ടിയ അവസരത്തിൽ അദ്ദേഹമാണ് സാബിയുടെ ഏറ്റവും വലിയ വജ്രായുധം എന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തുടരെ കഴിഞ്ഞ 5 കളികളിൽ അദ്ദേഹത്തിന്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും നമ്മൾ കാണുന്നു. ഇപ്പൊ ഈ സീസണിൽ റോഡ്രിഗോ 3 ഗോളുകളും 4 അസിസ്റ്റുകളും. സോ ഈ ത്രയം നോക്കുമ്പോൾ എംബാപ്പെ ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്. രണ്ട് ടീമിന്റെയും മുന്നേറ്റ നിര നോക്കുമ്പോൾ എംബാപ്പെ ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്. പക്ഷെ ഒരു ത്രയം എന്ന നിലയിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ബാഴ്സയുടെ മുന്നേറ്റ നിരയിൽ ആ ത്രയം തന്നെയാണ്. സോ എന്തും സംഭവിക്കാം. നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ചെറിയൊരു എഡ്ജ് ബാഴ്സയ്ക്ക് ഇല്ലേ സമീപകാല ഫോമുകൾ നോക്കുമ്പോൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.